ഹായ് ഹലോ, എന്തു പറയണോ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഉച്ചയുറക്കം ഒക്കെ കഴിഞ്ഞിരിക്കുന്ന ഒരു സമയമാണോ ഇപ്പോഴ്? ഈ മടിയും നാണവും ഇതൊക്കെ ഭയങ്കര വലിയ പ്രശ്നമാണല്ലേ. പ്രത്യേകിച്ച് നമ്മളൊരു പൊതു സദസ്സിൽ എത്തിപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ രണ്ട് സംഭവങ്ങളുള്ളവർക്ക്. എന്നാൽ ഇവർക്ക് ചിലപ്പോൾ ഉണ്ടല്ലോ ഭയങ്കര അറിവൊക്കെ കാണുമായിരിക്കും, പക്ഷെ മറ്റുള്ളവരുടെ മുന്നിൽ അതിങ്ങനെ എടുക്കാനായിട്ട്, അത് പ്രകടിപ്പിക്കാനായിട്ട് ഭയങ്കര ഒരു നാണമായിരിക്കും. അല്ലെങ്കിൽ എന്തോ ഒരു മടി, എന്തോ ഒരു സംഭവം ഉണ്ട് ഇല്ലേ? അങ്ങനെയുള്ളവരെ കണ്ടിട്ടുണ്ടോ? ഒരുപാട് പേരുണ്ട് അങ്ങനെ പബ്ലിക്കിന്റെ മുന്നിൽ ഇടപെടാനായിട്ടോ അല്ലെങ്കിൽ അവരുടെ മുന്നിലേക്ക് വരാനായിട്ടോ ഒക്കെ മടിയുള്ളവർ. ചിലരൊക്കെ നന്നായിട്ട് പാട്ട് പാടും, സ്റ്റേജ് പ്രോഗ്രാമുകളൊക്കെ ശരിക്കും അവതരിപ്പിക്കാനുള്ള കഴിവും എല്ലാം ഉണ്ട്. പക്ഷേ ഉണ്ടല്ലോ, ഒരു സദസ്സിന്റെ മുന്നിൽ ഒരു സ്റ്റേജിലേക്ക് കയറി നിൽക്കാനായിട്ട് പോലും അവർക്ക് പേടിയായിരിക്കും. അഥവാ കയറി നിന്നാൽ തന്നെ അത് ചെയ്യുന്നത് തൊട്ട് ശരിയാവുകയില്ല. ചിലരുണ്ടോ പ്രസംഗിക്കാനൊക്കെ ഭയങ്കര കഴിവായിരിക്കും, പക്ഷേ പ്രസംഗിക്കാൻ മൈക്ക് കയ്യിലേക്ക് കിട്ടി കഴിയുമ്പോഴത്തേക്കും ഒന്നും വരില്ല. ഇപ്പം ഈ ചില കൊച്ചു കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെയാണ്. വീട്ടിലൊക്കെ ഭയങ്കര ആക്റ്റീവായിരിക്കും, പക്ഷെ 4 പേരെ കാണുമ്പോഴത്തേക്കും ഇവർ ഭയങ്കരമായിട്ട് അങ്ങോട്ട് ഡെസ്പാവും. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് ചുറ്റും ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെയുള്ളൊരു പ്രശ്നമുണ്ടോ? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇപ്പം എന്താ പറയുക, ഇപ്പം നമ്മളിപ്പോൾ ഫോണിലൂടെയൊക്കെ ചിലരുടെ അടുത്ത് നമ്മൾ ഭയങ്കരമായിട്ട് ആക്റ്റീവായിട്ട് സംസാരിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുവേ. പക്ഷെ നമ്മൾ നേരെ കാണുമ്പോഴത്തേക്കും നമുക്ക് എന്തോ ഒരു വൈക്ലഭ്യം വരത്തില്ലേ? അങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? എനിക്ക് നേരത്തെയൊക്കെ അങ്ങനെ ഉണ്ടാവുമായിരുന്നു. നേരത്തെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയല്ല, എനിക്ക് പബ്ലിക്കിൻ്റെ മുന്നിലേക്ക് അങ്ങനെ ഇറങ്ങാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറങ്ങുന്നതിനൊന്നും പ്രശ്നമൊന്നുമില്ല. എനിക്കിതുപോലെ ഇങ്ങനെ സംസാരിക്കാനായിട്ടും ഒക്കെ ഭയങ്കര മടിയായിരുന്നു. ഇപ്പം ഞാൻ ഇതിൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റേജിലുള്ള വീഡിയോസ് കണ്ടാലും നിങ്ങൾക്കത് മനസ്സിലാവും. ആദ്യമൊക്കെ ഞാൻ അത്ര അങ്ങോട്ട് കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. എനിക്ക് എന്തൊക്കെയോ ഒരു അപാകതകൾ എനിക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. എന്തോ നമ്മൾ ഒരു നാച്ചുറാലിറ്റി ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നില്ല. എന്തൊക്കെയോ ഇങ്ങനെ എവിടെ നിന്നൊക്കെയോ ഇങ്ങനെ പറയണു. നമുക്കിങ്ങനെ പെട്ടെന്നൊരു ടെൻഷൻ കയറി വരും, ഒന്നും അങ്ങോട്ട് വരികയില്ല പറയാനായിട്ട്. അങ്ങനത്തെയൊക്കെ സിറ്റുവേഷനുകളൊക്കെ വരുന്നത് അതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ശരിക്കും പറഞ്ഞാൽ അതെങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ എക്സ്പീരിയൻസ് അനുസരിച്ചിട്ട് ഞാൻ ഇതുപോലെ പ്രാക്ടീസ് ചെയ്ത് അങ്ങനെ നിങ്ങളിലേക്ക് ഇറങ്ങി വന്ന് ഞാനിങ്ങനെ ആയിത്തീർന്നതാണ്. അത് എന്ത് ഇതാണെന്നുണ്ടെങ്കിലും നമ്മുടെ മനസ്സിൽ എന്നെ കൊണ്ട് പറ്റില്ല, അല്ലെങ്കിൽ എനിക്കതിനുള്ളൊരു കഴിവില്ല എന്ന് നമ്മൾ തന്നെ മനസ്സിൽ സ്ഥിരം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമുക്കത് പിന്നെ അത് പെർഫോം ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതേ സമയത്ത് എനിക്കത് കഴിയും, ഞാനത് ചെയ്യുമെന്നൊരു 10 പ്രാവശ്യം പറഞ്ഞും കൊണ്ട് നമ്മൾ സ്ഥിരം നമ്മുടെ മനസ്സിൽ അങ്ങനെ ഒരു കാര്യം ഉരുവിട്ടുകൊണ്ട് നമ്മളൊരു കാര്യത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്കത് നടത്തിയെടുക്കാനായിട്ട്, അതായത് നമുക്കത് ആ ഒരു ഇതിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും. പിന്നെ കൂടുതലും നമുക്കിത് ഒറ്റയടിക്ക് വരുന്ന ഒരു പ്രശ്നമല്ല. ഇങ്ങനത്തെ ഒരു ചിന്താഗതി നമ്മുടെ മനസ്സിലേക്ക് വരിക എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ ഒറ്റയടിക്ക് വരുന്ന ഒരു സംഭവമല്ല. അത് നമ്മൾ ചെറുപ്പത്തിൽ, മിക്ക കുട്ടികളും കണ്ടില്ല, ചെറുപ്പത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ വീട്ടിലൊക്കെ നമ്മളിരിക്കുമ്പോഴത്തേക്കും എന്തൊരു കുരുത്തക്കേടായി കാണിക്കുന്നത്, ഒന്നും പറഞ്ഞാൽ കേൾക്കില്ല, അല്ലെങ്കിൽ ഒരു മണ്ടച്ചാരാണ്, ഒരു വകയ്ക്ക് കൊള്ളൂല എന്നൊക്കെ നമ്മളിങ്ങനെ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് കുഞ്ഞുങ്ങളെ ഇങ്ങനെ കളിയാകത്തില്ലേ? അവനെയും കൊണ്ട് ഒന്നിനും ഒരു കഴിവുമില്ല, നിങ്ങൾ നടക്കുകയില്ല, അല്ലെങ്കിൽ അതൊന്നും ശരിയാവില്ല, അങ്ങനെയൊക്കെ പറയും കേട്ടോ. അങ്ങനെയൊക്കെ നമ്മൾ ഒരു കാഷ്വൽ ആയിട്ട് നമ്മളിങ്ങനെ സംസാരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ അങ്ങനെ പറയുന്നതാണെങ്കിലും ഈ കൊച്ചു കുട്ടികളുടെ മനസ്സിലുണ്ടല്ലോ അത് ഭയങ്കരമായിട്ട് അങ്ങോട്ട് തറയ്ക്കും. പിന്നെ അവർ വേറെ എവിടെന്നെങ്കിലും 1-2 സ്ഥലത്തു നിന്നും കൂടി ഈ മാതാപിതാക്കളല്ലാതെ വേറെ എവിടെന്നെങ്കിലും കൂടെ ഈ സെയിം വാക്കുകൾ ഇവരുടെ മൈൻഡിൽ, അതായത് ഇവരുടെ ചെവിയിൽ കേൾക്കാൻ ഇടവന്ന് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവർ തീർന്നു. പിന്നെ ജന്മത്തെ ഈ കൊച്ചു മറ്റുള്ളവരുടെ മുന്നിലൊന്നും പെർഫോം ചെയ്യത്തില്ല, അല്ലെങ്കിൽ അതിനൊരു കോൺഫിഡൻസ് ഉണ്ടാകത്തില്ല, ആ കോൺഫിഡൻസ് നഷ്ടപ്പെട്ടു പോകും. അപ്പം നമ്മൾ ഈ മാതാപിതാക്കൾ തന്നെയാണ് മെയിനായിട്ടും കുട്ടികളെ ചില സമയത്ത് നമ്മൾ പുറകോട്ട് പിടിച്ച് വലിക്കുന്നത് കേട്ടോ. അപ്പം എന്തെങ്കിലുമൊക്കെ ഒരു പാട്ട് മറ്റുള്ളവരുടെ മുന്നിൽ വെച്ചൊരു പാട്ടൊക്കെ പാടി അത് കൊള്ളിയില്ലെങ്കിൽ തന്നെ കൊള്ളാം, സൂപ്പർ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മളങ്ങ് പൊക്കി വിടുകയാണെന്നുണ്ടെങ്കിൽ പിള്ളേർക്ക് ആ ഒരു പേടി അല്ലെങ്കിൽ ഒരു നാണം അങ്ങോട്ട് മാറി കിട്ടാം. അതേ സമയത്ത് അവിടെ അങ്ങനെ പാടി അത് അവിടെ തെറ്റിച്ച് കളഞ്ഞല്ലോ, നാണക്കേടായി, അങ്ങനെയൊക്കെ ഇങ്ങ് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് ഇവർക്ക് പാടണമെന്നുണ്ടെങ്കിൽ പോലും, അല്ലെങ്കിൽ നന്നായിട്ട് അറിയാവുന്നൊരു കാര്യമാണെങ്കിൽ പോലും ഇവർ മറ്റുള്ളവരുടെ മുന്നിൽ പെർഫോം ചെയ്യത്തില്ല. അങ്ങനൊരു പ്രശ്നമുണ്ട്. അതുകൊണ്ട്
നമ്മൾ കുഞ്ഞുങ്ങളെ കൊച്ചുകുട്ടികളെ പ്രത്യേകിച്ചും നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നത് ചിലപ്പോൾ തെറ്റായിരിക്കാം, പക്ഷെ നമ്മൾ അവരിങ്ങനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ എന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ടൊക്കെ നമുക്ക് ഇത്ര ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. പുറത്തേക്കൊക്കെ ഇറങ്ങി നമ്മൾ പബ്ലിക്കിനോട് ഇടപെടാനായിട്ടോ അല്ലെങ്കിൽ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് ഒരു ഇൻ്റർവ്യൂവിന് പോകുമ്പോഴൊന്നും ഒട്ടും തന്നെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാറില്ല. പക്ഷെ ഇപ്പോൾ ഉണ്ടല്ലോ കമ്മ്യൂണിക്കേഷൻ ഭയങ്കര വലിയൊരു പ്രശ്നമാണ്. മറ്റുള്ളവരുടെ മുന്നിൽ വെച്ചുള്ള പെർഫോമൻസ് അനുസരിച്ച്, കാരണം വെച്ചിട്ട് ഒരുപാട് പേരാണ് ഇൻ്റർവ്യൂസിനും കാര്യങ്ങൾക്കൊക്കെ വന്നത്. അപ്പോൾ അവരുടെ മുന്നിൽ വെച്ചിട്ട് ഇതെല്ലാവരുടെ നമുക്ക് പെർഫോം ചെയ്ത് കയറി പോകണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സഭാകമ്പം അല്ലെങ്കിൽ ഈ ഒരു നാണം മടി ഇതൊന്നും നമുക്ക് ഉണ്ടാവാൻ പാടില്ല. അതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് വേണം നമ്മളിപ്പോൾ എന്ത് കാര്യത്തിനും പുറത്തേക്ക് ഇറങ്ങാനായിട്ട്. ചിലർക്ക് പുറത്തേക്ക് ഒറ്റയ്ക്ക് ഇറങ്ങാൻ പോലും ഭയങ്കര പേടിയായിരിക്കും. പക്ഷെ ഇവർക്ക് എല്ലാ കഴിവുകളും ഉണ്ട്, എല്ലാം ഒരു ഇത് ഇവർക്ക് ഉണ്ട്, പക്ഷെ അത് പ്രയോജനം ഇല്ലാത്തൊരു കഴിവായി പോകും. അങ്ങനത്തെ സിറ്റുവേഷനുകളൊക്കെ ഒരുപാട് നമുക്ക് തരണം ചെയ്യേണ്ടി വരും. അതുകൊണ്ട് നമ്മളൊരു കാരണവശാലും പുറകോട്ട് പോവരുത്. അല്ലെങ്കിൽ നമ്മളൊരു കാര്യം ചിന്തിക്കുക, എന്ത് കാര്യത്തിനാണെങ്കിലും ജയവും തോൽവിയും ഒക്കെ ഉണ്ടാവും. അപ്പം ഞാൻ വലിയ ഞാൻ പല ടോക്കിലും ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ അത് ശരിയാണെന്ന് എനിക്കും തോന്നിയിട്ടുണ്ട്. അതായത് ഞാൻ വലിയൊരു സംഭവമാണ് എന്ന് എനിക്ക് തോന്നിയിട്ടാണ്, അതായത് ഞാൻ ഒരു കാര്യത്തിന് വിജയിച്ചു, ഞാൻ ഏതാണ്ട് വലിയ സംഭവം ആയതുകൊണ്ടാണ് ഞാൻ വിജയിച്ചത്, അങ്ങനെ ഒരു ചിന്ത ഒരു കാരണവശാലും നമ്മുടെ മനസ്സിലേക്ക് വരരുത്. അവര് നന്നായിട്ട് പെർഫോം ചെയ്യാത്തത് കൊണ്ടാണ് എനിക്ക് ഈ ഒരു വിജയം കൈവരിക്കാൻ സാധിച്ചത്. അവർ കുറച്ചും കൂടെ നന്നായിട്ട് പെർഫോം ചെയ്യുന്നവരുണ്ടായിരുന്നുവെങ്കിൽ, ആ കൂടുതലുണ്ടായിരുന്നുവെങ്കിൽ എനിക്ക് വിജയിക്കാൻ പറ്റത്തില്ലായിരുന്നു. അങ്ങനത്തെ ഒരു ചിന്താഗതി നമ്മൾ മനസ്സിൽ വളർത്തിക്കൊണ്ടുവരണം. അല്ലെങ്കിൽ നമ്മൾ പരാജയപ്പെട്ടു പോയാലും നമുക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു മൈൻഡ് പെട്ടെന്ന് ഡൗൺ ആയി പോകും. അങ്ങനെയൊക്കെ വരുന്ന സാഹചര്യത്തിൽ മനസ്സിലുണ്ട്. അതുപോലെ തന്നെ ഉണ്ടല്ലോ നമുക്കിപ്പം ഈ കൊച്ചുകുട്ടികൾ, ഇപ്പം എൻ്റെ മോളുണ്ടല്ലോ, ഞാൻ ഇന്ന് രാവിലെയും കൂടെ കേട്ടൊരു കാര്യമാണ്. അതായത് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ വീടിൻ്റെ അപ്സ്റ്റേറിൽ ഒരു ജിമ്മൊക്കെ ഉണ്ട്. അപ്പം അവിടെ മോള് രാവിലെ കുറച്ച് ആൻറ്റിമാരൊക്കെ വരുന്നൊരു സമയമുണ്ട്. അപ്പോൾ ആ സമയത്ത് ഇതുപോലെ മോള് ഇടയ്ക്ക് കയറിപ്പോവും, കൊച്ചുമോള് ഇടയ്ക്ക് കയറിപ്പോവും. അപ്പം അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ആൻറ്റിയുടെ ഒക്കെ ഇങ്ങനെ പറഞ്ഞ് കൊടുക്കുന്ന കാര്യങ്ങൾ ഞാൻ ഇന്ന് രാവിലെ കേട്ടേ ഉള്ളൂ. ഇന്ന് രാവിലെ കൊണ്ട് എന്നെ അടുത്ത് ആൻറ്റി പറഞ്ഞോളൂ. ഇത് സന്തോഷമായിട്ടാണ് പറഞ്ഞത്. അതായത് പുള്ളിക്കാരി രാവിലെ എഴുന്നേറ്റ് വരുമ്പം ഞാൻ പുള്ളിക്കാരി എഴുന്നേക്കുന്നത് കാണുന്നില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഇങ്ങനെ പമ്മി വരുവേ നമ്മുടെ പുറകിൽ. നമ്മൾ കണ്ടാലും ഞാൻ കണ്ടില്ല എന്നുള്ള മട്ടിലിങ്ങനെ നിൽക്കും. അപ്പം ഇങ്ങനെ പമ്മി വന്നിങ്ങനെ പോന്നിങ്ങനെ കാണിക്കും പുറകിട്ട്. അപ്പം ഞാൻ ഇങ്ങനെ അയ്യോ എന്നുള്ള രീതിയിൽ ഞാൻ ഭയങ്കരമായിട്ട് ഇങ്ങോട്ട് പേടിച്ച് പോയ രീതിയിൽ അങ്ങോട്ട് കൊച്ചിൻ്റെ അടുത്ത് അങ്ങോട്ട് ആക്ട് ചെയ്യും. അവർക്ക് ഭയങ്കര സന്തോഷം, ഭയങ്കര ചിരിയൊക്കെ ആയിരിക്കും, ഭയങ്കര സന്തോഷമാണ് ആ സമയത്ത്. അമ്മയെ ഞാൻ പേടിപ്പിച്ചു, അല്ലെങ്കിൽ അമ്മ എൻ്റെ കൂടെ ആ ഒരു ഇതിലേക്ക് ജോയിൻ്റ് ആയി വന്നല്ലോ. ആ സമയത്ത് മാറ്റിയിട്ടുണ്ട്, അങ്ങോട്ട് പേടിപ്പിച്ച് നമ്മളങ്ങോട്ട് മാറ്റിയെടുത്ത്, വേറെ പണിയൊന്നുമില്ല നിനക്കെന്ന് പറഞ്ഞ് മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ കൊച്ചിന് ആ ഒരു ഇത് മൈൻഡിൽ അങ്ങോട്ട് തറച്ച് കിടക്കും കേട്ടോ. പിന്നെ അത് പോവില്ല. അപ്പം ഈ ആൻറ്റിയുടെ അടുത്ത് ചെന്നിട്ട് കൊച്ചു പറയാണ്, ഞാൻ അമ്മയെ ഇന്ന് രാവിലെ പേടിപ്പിച്ചു, അങ്ങനെ ഊന്ന് പറഞ്ഞാൽ അമ്മ ഞാൻ അങ്ങനെ ആയിപ്പോയി. അങ്ങനെയൊക്കെ അവിടെ ചെന്നിട്ട് ഭയങ്കര പെർഫോമൻസ് ആക്ട് ചെയ്ത് കാണിച്ചു കൊടുക്കുകയാണ് എങ്ങനെയാണെന്ന്. അപ്പോൾ ആൻറ്റി പറയാണ് അവളുടെ ആ ഒരു സന്തോഷം കാണണമായിരുന്നു ആ ഒരു സമയത്ത്. എന്ത് ഹാപ്പിയായിട്ടാണ്, എന്ത് സന്തോഷത്തോടുകൂടിയാണ് കുഞ്ഞാ കാര്യം പറഞ്ഞതെന്ന്. അപ്പം ഇതുപോലെയാണ് നമ്മൾ കൊച്ചു കുട്ടികളായിരിക്കുന്ന സമയത്ത് നമ്മൾ അവരുടെ കൂടെ അവരുടെ ആ ഒരു ഏജിലേക്ക് നമ്മൾ താഴേക്ക് വരിക. ചിലപ്പോൾ നമ്മൾ വലിയ എന്തെങ്കിലും ഒരു സംഭവങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കൊക്കെ ആണെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ നമ്മളവരെ അങ്ങോട്ട് മാറിക്കോ ഇങ്ങോട്ട് മാറിക്കോ പോകുമെന്ന് പറഞ്ഞിങ്ങനെ ഏത് നേരവും പറഞ്ഞുകൊണ്ടിരിക്കാതെ അവരിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരിലെ ആ ഒരു ഓരോ കഴിവുകളെയും അവരുടെ പേടി, നാണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മാറ്റി കൊണ്ടുവരാനായിട്ട് പാരൻസും കൂടെ കൂടുതൽ ശ്രദ്ധിക്കുക. ഇനി അഥവാ അങ്ങനെ ഉള്ളവരാണ്, ഓൾറെഡി വന്നു പോയി, അത്യാവശ്യം മെച്യൂരിറ്റിയൊക്കെ ആയി, പക്ഷേ ഈ ഒരു സംഭവം വന്നു പോയി എന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും നമ്മുടെ മനസ്സിൽ എനിക്കങ്ങനെ കഴിവില്ല, എനിക്ക് നാണമാണ്, മടിയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാതെ ഞാനൊന്ന് ചെയ്ത് നോക്കിയാലോ, എന്നെക്കൊണ്ട് കഴിയും, അഥവാ ഇനിയിപ്പോൾ എന്തെങ്കിലും പറ്റിയാൽ തന്നെ വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ, ഇതൊക്കെ എല്ലാവർക്കും സംഭവിക്കുന്ന കാര്യങ്ങളല്ലേ, അങ്ങനെയൊക്കെ നമ്മുടെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ച് നമ്മൾ മനസ്സിനെ കയറ്റിയെടുക്കണം. അത് കുറച്ച് ഒരു ഒന്ന് രണ്ട് മാസം കൊണ്ട് നമുക്ക് ഭയങ്കരമായിട്ട് ചേഞ്ച് വരുന്നത് കാണാനായിട്ട് സാധിക്കും. നിങ്ങളെപ്പോഴും ഇങ്ങനെ ബാക്കിലേക്ക് പോകുന്നതിനേക്കാളും കൂടുതലായിട്ടും നമുക്ക് മുന്നോട്ട് വരാനായിട്ട് ഒരുപാട് സാധിക്കും. അപ്പം നമ്മൾ തന്നെ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരിക, നമ്മുടെ മനസ്സിനെ നമ്മൾ തന്നെ പറഞ്ഞ് പഠിപ്പിക്കുക, ഞാൻ ഓക്കെയാണ്, ഞാൻ വില്ലിങ് ആണ്, എനിക്ക് ചെയ്യാൻ സാധിക്കും, ഞാൻ ഏതാണ്ട് വലിയ സംഭവമാണ്, പക്ഷെ ഒന്നും ആയിരിക്കില്ല ചിലപ്പം. പക്ഷെ മനസ്സിൽ നമ്മൾ പറഞ്ഞ് ആയി കഴിയുമ്പോഴത്തേക്ക് അത് ശരിയാക്കി എടുക്കാൻ പറ്റൂന്നേ ഇല്ലേ. പിന്നെ ഉണ്ടല്ലോ പേര് ഞാൻ ഓർക്കുന്നില്ല, ആരോ ഇങ്ങനെ ചോദിച്ചതാണ്,
ഫ്രണ്ട്സ്, നല്ല നല്ല ഫ്രണ്ട്സ് സർക്കിള് നമുക്ക് രൂപീകരിച്ചെടുക്കാനായിട്ട്, നല്ല നല്ല ഫ്രണ്ട്സിനെ കിട്ടാനായിട്ട് എന്താണ് ചെയ്യേണ്ടത്? ആളുടെ പേര് ഞാൻ മറന്നുപോയി കേട്ടോ, ഒരു കമൻറ്റ് വന്നതാണ്. അത് ശരിക്കും എന്താ പറയുക, കുറേയൊക്കെ നമ്മുടെ ഒരു ദൈവത്തിൻ്റെ എന്താ പറയുക, നമ്മുടെ ഒരു ഭാഗ്യം എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ നമ്മൾക്ക് നല്ലതും ചീത്തയും തിരിച്ചറിയാനായിട്ടുള്ളൊരു കഴിവ് മെയിനായിട്ട് വേണം. ഒരാളെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അയാളുടെ ആറ്റിറ്റ്യൂഡ് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അയാൾ ഒരു 1-2 ദിവസം നമുക്ക് അടുത്തറിയുമ്പോഴത്തേക്കും അയാൾ ഏത് രീതിയിലുള്ളവരാണ്, നമ്മുടെ ആ ഒരു വേവ് ലെങ്തിൽ വരുന്നവരാണോ, അതോ ഇങ്ങനെ നമ്മളൊരു കാര്യം അങ്ങോട്ട് പറയുമ്പോൾ അത് അതേ രീതിയിൽ എടുക്കാതെ വേറൊരു രീതിയിൽ വ്യാഖ്യാനിച്ചും കൊണ്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിൽ എടുക്കുന്നവരാണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. അത് കുറച്ച് ദിവസം അവരുമായിട്ട് ഇടപഴകുമ്പോൾ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. പിന്നെ അഥവാ നമ്മൾ എന്തെങ്കിലും പറഞ്ഞു എന്ന് പറയുന്ന സമയത്ത് അവർക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ, അത് മനസ്സിൽ വെച്ച് ഇങ്ങനെ നടക്കുന്നവരാണോ, അങ്ങനെയുള്ളവരെയൊക്കെ നമ്മൾ അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട്, കാരണം അവരെയും കൊണ്ട് നമുക്ക് വലിയ പ്രയോജനമൊന്നുമില്ല. എപ്പോഴും തലവേദനയായിരിക്കും. നമ്മൾ ചിലപ്പോൾ മനസ്സിൽ പോലും കരുതാത്ത കാര്യങ്ങൾ ഇവർ വലിയ സംഭവമാക്കി കൊണ്ടു കിടക്കും. അങ്ങനെയുള്ളവരെ നമ്മൾ 2 സ്റ്റെപ്പ് അങ്ങോട്ട് ബാക്കിലേക്ക് മാറ്റി നിർത്തിയേക്കാം. നമ്മുടെ രീതിയിൽ നിങ്ങൾ എങ്ങനെയാണോ ആ രീതിയിൽ തന്നെയുള്ളവരെ കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്തും ഓപ്പണായിട്ട് പറയും. ചിലപ്പോൾ അത് കേൾക്കുന്ന ആൾക്ക് പെട്ടെന്നൊരു എന്തൊരു ബുദ്ധിമുട്ടൊക്കെ അവർക്ക് ഫീൽ ചെയ്താലും പിന്നെ അവർ അത് ചിന്തിച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ഓക്കെ ആയിരിക്കും. അപ്പം എന്തെങ്കിലും നമ്മൾ ചിലപ്പോൾ ചില സമയത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വെറുതെ എന്തെങ്കിലും കാര്യങ്ങൾ പറയണതായിരിക്കും. അത് മറ്റുള്ളവർ അങ്ങനത്തെ വേറൊരു രീതിയിൽ ഭയങ്കര സീരിയസ് ആയിട്ടൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അവരെ മാറ്റി നിർത്തും, ഉറപ്പാണത്. കാരണം മാറ്റി നിർത്തുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഒട്ടക്കം എന്നല്ല ഞാൻ പറഞ്ഞത്, നമ്മുടെ ഇൻറ്റിമേറ്റ് എന്ന കുറച്ച് ആളുകളുണ്ടാവും, അവരിൽ നിന്നും കുറച്ചൊരു ഗ്യാപ്പ് കൊടുക്കും. ആ ഒരു സർക്കിളിലേക്ക് കയറത്തില്ല. ഫ്രണ്ട്സ് ആയിരിക്കും, പക്ഷേ എപ്പോഴും നമുക്ക് എന്തും ഓടിച്ചെന്ന് പറയാൻ പറ്റുന്നവർ, അങ്ങനെയുള്ളവരെ നമ്മൾ കണ്ടുപിടിക്കുക. അത് കുറച്ച് നാൾ അവരുമായിട്ടൊക്കെ ഇടപഴകുമ്പോൾ മാത്രമേ നമുക്കത് കിട്ടുള്ളൂ. അതുപോലെ നമ്മൾ ഓപ്പൺ മൈൻഡായിട്ട് നല്ലതായിട്ട് ചിരിച്ച് സംസാരിച്ച് നമ്മളിങ്ങനെ ഒന്ന് മനസ്സിൽ വെച്ചുകൊണ്ട് അങ്ങനെ നടക്കാതെ അവരിതിൽ ചിരിച്ച് സംസാരിച്ച് മറ്റുള്ളവരുടെ ഇടപഴകുക. പിന്നെ ഇന്ന് കരുതിക്കൊണ്ട് എല്ലാവരോടും എല്ലാം പോയി തുറന്ന് പറയണം നല്ല കേട്ടോ ഞാൻ പറയുന്നത്. നമ്മുടെ ഒരു ലെവലിൽ വരുന്നവരാണോ എന്ന് കുറച്ച് ദിവസം അവരുമായിട്ടൊന്ന് സംസാരിച്ച് കഴിയുമ്പോൾ അറിയാൻ പറ്റുമെന്നേ. അത് അല്ലാതെ പ്രത്യേകിച്ച് പറഞ്ഞു തരാനായിട്ട് എനിക്കും അറിയാൻ വയ്യ എങ്ങനെയൊക്കെയോ അങ്ങനെയൊക്കെ ആയിപ്പോയി. പിന്നെ വേറെ ആരോ പറഞ്ഞു അത് എവിടെ വിദേശത്ത് എവിടെയോ ആണ് കേട്ടോ. ഞാൻ എന്താ പറയുക, ഞാൻ പറയുന്നത് കേട്ടിട്ട് അവിടെ പോയി അറബികളെ എങ്ങാണ്ട് മോട്ടിവേറ്റ് ചെയ്യാം. എൻ്റെ കുഞ്ഞെ വഴി ഓടാനുള്ള ഏതെങ്കിലും വഴി കണ്ടുപിടിച്ചിട്ട് വേണം കേട്ടോ ഇതുപോലുള്ള കാര്യങ്ങൾ അവിടെ ചെന്ന് പറയാനായിട്ട്. കാരണം ഞാൻ നിങ്ങളെ കാണുന്നില്ല, നിങ്ങൾ 4 ചീത്ത പറഞ്ഞാലും ഞാൻ കേൾക്കുന്നില്ല, പിന്നെ വല്ലവരും കമന്റ് ഇട്ടാലും മാത്രമേ ഞാൻ കാണുന്നില്ല. ഇത് നേരെ എന്നിട്ട് നമ്മൾ മറ്റേ പറയാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കൈപ്പാങ്ങകലെയൊക്കെ മാറി നിൽക്കുകയും വേണം. ഓടാനുള്ള വഴി ഡോറൊക്കെ എവിടെയാണൊക്കെ കണ്ടുപിടിച്ചിട്ട് വേണം ഇങ്ങനെയൊക്കെ സംസാരിക്കാനായിട്ട്. അല്ലെങ്കിൽ ചിലപ്പോഴേ അടി കിട്ടി ചതഞ്ഞറിഞ്ഞൊരു ഭാഗത്ത് വന്നിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? കാരണം ഞാൻ ഈ എന്തെങ്കിലുമൊക്കെ വെറുതെ എന്ന് പറയുന്നല്ലാതെ അതിനപ്പുറത്തേക്ക് വലിയ മോട്ടിവേറ്ററോ കാര്യങ്ങളോ ഒന്നും അല്ല. പിന്നെ എങ്ങനെയൊക്കെ അങ്ങ് ആയിപ്പോയി എന്ന് മാത്രം. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് ഇതൊന്നും ചെന്ന് എല്ലാവരോടും ചെന്ന് പറഞ്ഞു കൊടുത്തേക്കല്ല കേട്ടോ, ചിലപ്പോൾ അവർക്കൊന്നും പിടിച്ചെന്ന് വരത്തില്ല. എന്താ ഒന്നും കിട്ടുന്നില്ല, എന്തോ ഇത്തിരി വൈകിപ്പോയി അല്ലേ, സാരമില്ല. എന്തായാലും നല്ല കാര്യങ്ങൾ മാത്രം ചിന്തിച്ച്, എപ്പോഴും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിച്ച്, ഞാൻ ഏതോ വലിയ സംഭവമാണെന്ന് മാത്രം അങ്ങോട്ട് ചിന്തിച്ചോ, അങ്ങനെയൊക്കെ ചിന്തിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. എനിക്കൊന്നിനും കഴിവില്ല എന്നുള്ള കാര്യം കൂടെ മാറ്റി വെക്കുക കേട്ടോ. അപ്പം നല്ലത് മാത്രം ചിന്തിച്ച്, നല്ലത് മാത്രം പ്രവർത്തിച്ച് നല്ല ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോവുക. എപ്പോഴും ചിരിക്കുന്ന മുഖത്തോട് കൂടിയിട്ട്. എന്ത് വിഷമം നമ്മുടെ ഉള്ളിൽ അവിടെ ഇരുന്നോട്ടെ, പക്ഷേ പുറമേക്ക് ഇപ്പോഴും നല്ല ചിരി മറ്റുള്ളവർക്ക് സമ്മാനിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. നാളെ നല്ലൊരു വീഡിയോയുമായി വരാം. അതുവരേക്കും ബൈ.